വീവാ മരിയ. ഈശോയിൽ പ്രിയമുള്ളവരെ, വിശ്വാസം ദൈവിക ദാനമാണെന്നുള്ളതിനുള്ള വലിയൊരു ഉദാഹരണമാണ് സിയന്നയിലെ വിശുദ്ധ കാതറിൻ. ചുറ്റുമുള്ളവർക്കും മാതാപിതാക്കൾക്കും വലിയ വിശ്വാസ ചൈതന്യം ഇല്ലാതിരിക്കെ തന്നെ അവൾ ഈശോയ്ക്കായി മാറ്റി നിർത്തപ്പെട്ടു. അതും ചെറുപ്രായത്തിൽ 6.5 വയസ്സുള്ളപ്പോൾ അവൾക്ക് വലിയൊരു ദിവ്യാനുഭൂതി ഉണ്ടായി. അപ്പോൾ ഈശോയും മാതാവും അവളുടെ മുൻപിൽ വന്നുകൊണ്ട് അവളെ ഒരു വിവാഹമോതിരം അണിയിച്ചു. അന്നു മുതൽ ഈശോയെ തന്റെ മണവാളനായി അവൾ സ്വീകരിച്ചു. അവളുടെ ജീവിതം അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്തു. 12 വയസ്സിൽ അവൾക്ക് ആദ്യമായി വന്ന കല്യാണാലോചന നിരസിച്ചുകൊണ്ട് അവൾ തന്നെ മുടി മുറിച്ചു. ഈശോ ആയിരിക്കും തന്റെ മണവാളനെന്നും തന്റെ ജീവിതം ഒരു സമർപ്പിത ജീവിതമായിരിക്കുമെന്നും അവൾ വീട്ടുകാരോട് പറഞ്ഞു. ഈ കാര്യത്തിന് ശേഷം അവരെല്ലാം അവൾക്കെതിരായി. സാധിക്കുന്ന വിധത്തിലെല്ലാം അവളെ പീഡിപ്പിക്കാനും തുടങ്ങി. എന്നാൽ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാതറിന്റെ അടുത്തേക്ക് വന്ന പിതാവ് കണ്ട കാഴ്ച ഏതാണ്? അവൾക്ക് തലയ്ക്ക് മുകളിലായി പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ പ്രാവ് നിൽക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ വിശ്വാസ ജീവിതത്തിന് പിതാവ് അനുമതി നൽകി. അവൾ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ദിവ്യകാരുണ്യനാഥനെ ചങ്കോട് ചേർത്ത് സ്നേഹിച്ചിരുന്ന വിശുദ്ധ കാതറിന് ഒരു ദിവസം ദിവ്യബലിക്കിടെ ഈശോ ഒരു വലിയ സമ്മാനം നൽകി. എന്തായിരുന്നെന്നോ? തന്റെ പഞ്ചക്ഷതങ്ങൾ. ആ ദേവാലയത്തിലുണ്ടായിരുന്ന ക്രൂശിത രൂപത്തിൽ നിന്ന് രക്തവർണ്ണമുള്ള രശ്മികൾ അവളുടെ മേൽ പതിച്ച് അവൾക്ക് പഞ്ചക്ഷതങ്ങൾ നൽകി. എന്നാൽ ഇത് മറ്റാർക്കും കാണാനാകുമായിരുന്നില്ല, അവളുടെ മരണസമയം വരെ. അവസാന സമയത്ത് അത് വെളിപ്പെട്ടു. മറ്റുള്ളവർ അത് കണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവൾക്ക് ഒത്തിരി സഹിക്കേണ്ടി വന്നു. പല പ്രലോഭനങ്ങളും നേരിടേണ്ടി വന്നു. ആ സമയത്ത് അവൾ ഈശോയോട് ചോദിച്ചു, എൻ്റെ ഈശോയെ, ഈ നേരത്ത് അങ്ങ് എവിടെയാണ്? ഞാൻ ആകെ ക്ഷീണിച്ചു പോയല്ലോ. ഈശോ അവളോട് പറഞ്ഞു, ഞാൻ നിന്റെ ഉള്ളിലായിരുന്നു കൊണ്ട് നിന്നെ ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ് നീ ഇപ്പോഴും സുരക്ഷിതയായിരിക്കുന്നത്. കൂട്ടുകാരെ, ദിവ്യകാരുണ്യം നമുക്കുള്ള ആത്മീയ ഭക്ഷണമാണ്, നമ്മുടെ ശക്തി സ്രോതസ്സാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. വിശുദ്ധ കാതറിനെ പോലെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.